ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ദിവസത്തിൽ നമ്മൾ കുറച്ച് ഡൗൺ ആയപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മുടെ വീഡിയോൻ്റെ അവസാനം ചെറിയൊരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അപ്പം എല്ലാം കൂടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ രാവിലെ കിച്ചണിലെ കാര്യങ്ങളായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ തന്നെ വെള്ളം ചൂടാക്കാൻ വേണ്ടി കെറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് റാഗി വെച്ചിട്ടുള്ള അപ്പമാവാണ് കേട്ടോ, നല്ലോണം പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോൻ്റെ ഈ ഒരു പോർഷനിൽ കുറച്ച് ഷെയ്ക്ക് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തോ ഒരു ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പോർഷനൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ അപ്പമാവും നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു കൂൾ സണ്ണി മോർണിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, അധികം വെയിലൊന്നും ഇല്ല. പിന്നെ നമ്മുടെ പുതിനച്ചെടി, രണ്ടാമത് നട്ട പുതിനച്ചെടി നല്ലപോലെ നിൽക്കുന്നുണ്ട്. ഞാൻ ആസ് യൂഷ്വൽ വെള്ളം കുടിച്ചു, അതുപോലെ ബദാം കഴിച്ചു. പിന്നെ കുറച്ച് നേരം ജേർണലിങ് ചെയ്തു. അതുപോലെ അന്നത്തെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാര്യങ്ങളൊന്നും ഒരു ട്രാക്കിലല്ല എന്നാണ് ശരിക്കും പറയാൻ പറ്റുന്നത്. എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും കൃത്യമായൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാനത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നത് വീക്ക് ഡേയ്സിൽ എന്തായാലും 6:30 to 8:30 നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് പ്രിപ്പറേഷൻ ഞാൻ ഇപ്പോൾ ചെയ്തു വെക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ഫോക്കസ്. ബാക്കി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് സംഭവങ്ങളെല്ലാം തന്നെ കുറച്ച് ഈസി ആണെങ്കിലാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അന്നത്തെ ഡേയിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അപ്പോൾ മെയിൻ ഫോക്കസ് ഈ രാവിലെ തന്നെ ജോലികൾ തീർക്കുക എന്നുള്ളതിലാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. ആ ഒരു ദിവസം പ്രിപ്പറേഷൻസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കുമ്പളങ്ങ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കുകയാണ്. അതുപോലെ കായം മെഴുക്കുവരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പണികളുടെ ഇടയിൽ ഞാൻ നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സായി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. കുറേ മുന്നേ ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ സമയമാവട്ടെ അങ്ങനെയൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ബോഡി നേച്ചർ വെച്ചിട്ട് ഞാൻ കുറച്ച് ഓവർ വെയ്റ്റ് സൈഡിലോട്ടുള്ള ആളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വെയിറ്റ് ലോസ് പ്രോഗ്രാം തുടങ്ങുന്ന ഒരു സമയത്ത് എനിക്ക് 68.7 ഉണ്ടായിരുന്നു. അപ്പം ചെറിയ മോൻ്റെ ഡെലിവറി ടൈമിലൊക്കെ 72 വരെയൊക്കെ ആയതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചൊക്കെ ഡയറ്റൊക്കെ ചെയ്ത് അങ്ങനെ ഒരു 68 ആ ഒരു ലെവലിൽ വരും. പിന്നെ നമ്മൾ കുറേ ട്രൈ ചെയ്യും, എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യും. കുറച്ച് കോവിഡിന് മുന്നേ എയറോബിക്സ് ക്ലാസ്സിനൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യും എക്സസൈസൊക്കെ. പിന്നെ ഞാൻ ഒരുപാട് ഫുഡ് അങ്ങനെ കഴിക്കുന്ന ഒരാളൊന്നുമല്ല കേട്ടോ. ചോറൊക്കെ ആണെങ്കിലും വളരെ കുറച്ച് ക്വാണ്ടിറ്റി. പിന്നെ കഴിച്ചിരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നാക്സ് ഐറ്റംസ്, ചോക്ലേറ്റ്സ്, കേക്ക്സ് അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വലിയ കൺട്രോളൊന്നുമില്ല. അപ്പോൾ അതിലായിരുന്നു എൻ്റെ വെയിറ്റ് കയറിയിരുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം ഈ ഒരു 68 എന്നുള്ളത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നല്ലാതെ എനിക്കങ്ങ് ഒരുപാട് കുറയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ കോവിഡിന് മുന്നേ എയറോബിക്സ് ചെയ്തിരുന്ന സമയത്ത് ഞാനൊരു 66 വരെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ പോയ വെയിറ്റ് വീണ്ടും എനിക്കത് 68 തന്നെ വരും. അപ്പം നല്ലപോലെ കഴിച്ചാലും പിന്നെ എക്സസൈസ് ചെയ്തില്ലെങ്കിലും ഞാൻ ഏകദേശം ഒരു 68, 69 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ നിന്നിരുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ തട്ടിമുട്ടി 68 നിന്നിരുന്നു. അപ്പം എനിക്ക് നല്ല ആഗ്രഹമാണ് എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റിൽ. എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 60 ഒക്കെ എത്തുവാണെങ്കിൽ എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റായി എന്ന് പറയാം. ഒരു 58 ആയിരിക്കും ഒരു കറക്റ്റ് വെയിറ്റ്. പക്ഷേ എന്നാലും ഒരു 60 എത്തുവാണെങ്കിലും ഓക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് എനിക്ക് എന്ത് ചെയ്താൽ വെയിറ്റ് കുറയുന്നില്ലായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, വെയിറ്റ് ലോസ് പ്രോഗ്രാംസ് നമ്മളിപ്പോൾ ഒരുപാട് കേൾക്കുന്നതല്ലേ, ATP, ഫിറ്റ് റീറ്റ് കപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം അതിലൊന്നിൽ ജോയിൻ ചെയ്താലോ എന്ന് ഒരു ആലോചന വന്നു. അപ്പോൾ എൻ്റെ ഒരു മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പൈസയൊക്കെ കൊടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അവർ പറയുന്ന പോലെ റെഗുലറായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ കാശ് നഷ്ടമാവുകയും ചെയ്യും. അങ്ങനെ ഒരു കൺസേൺ ആയിരുന്നു. പക്ഷേ എന്തായാലും ഇതൊന്ന് ശ്രമിച്ചു നോക്കാം, അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുമായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് ഒരുപാടൊന്നും
നിന്നില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പെട്ടെന്നൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിന് ജോയിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം 1 മാസത്തെ പ്രോഗ്രാമിനായിരുന്നു ജോയിൻ ചെയ്തത്. അപ്പോൾ അതിലെ മെയിൻ റൂൾസ് എന്താണെന്ന് വെച്ചാൽ ഷുഗർ അവോയ്ഡ് ചെയ്യണം, നമ്മുടെ ജങ്ക് ഫുഡ്സ്, മൈദ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യണം, അല്ലാത്ത നമ്മുടെ സാധാരണ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. പിന്നെ പോർഷൻ കൺട്രോൾ ചെയ്യണം. രാവിലെ 2 ഇഡ്ഡലി, ഏത് ഭക്ഷണമാണെങ്കിലും നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത്, 2 ഇഡ്ഡലി, 2 ഇടിയപ്പം, അങ്ങനെ എന്താണോ, നമുക്കിപ്പോൾ ഒരു ചിക്കൻ കറി കൂട്ടണമെങ്കിൽ അത് കൂട്ടാം, മീൻ കറി, എന്ത് സാധാരണ ഫുഡാണെങ്കിലും പോർഷൻ ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് കഴിക്കാം. പിന്നെ സ്നാക്കായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സൊക്കെ കഴിക്കാം, അതും ഒരു പോർഷനിൽ. പിന്നെ ഉച്ചയ്ക്ക് ഒരു 1:45 നമുക്ക് സാധാരണ ചോറല്ല, ചപ്പാത്തിയാണ് കഴിക്കേണ്ടത്. 2 ചപ്പാത്തിയും പിന്നെ ബാക്കി നമ്മൾ ചോറിനുണ്ടാക്കുന്ന എല്ലാത്തരം കറികളും നമുക്ക് ഈ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. 4 മണിയാകുമ്പോൾ നമുക്കിതുപോലെ ഫ്രൂട്ടോ നട്ട്സോ കഴിക്കാം. പിന്നെ വൈകുന്നേരം നമുക്ക് ചോറ് കഴിക്കാം. ഇങ്ങനെയായിരുന്നു കേട്ടോ നമ്മളുടെ ഒരു ഫുഡിൻ്റെ ഒരു പ്ലാൻ അങ്ങനെയായിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് ഡെയിലി ഒരു 30 ദിവസത്തിന് നമുക്ക് വർക്കൗട്ട്സ് അവർ അയച്ചു തരുമായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ബിഗിനർ ലെവലിലുള്ള വർക്കൗട്ട്സാണ് ചെയ്തത്. പിന്നെ എനിക്ക് ചെയ്യാം എന്ന് എനിക്ക് മനസ്സിലായപ്പോഴത്തേനും ഞാൻ ഈ പ്രോഗ്രാം 2 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് ടോട്ടൽ 3 മാസം. അപ്പോൾ ആദ്യത്തെ 1 മാസം ശരിക്കും സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് ഞാൻ ഡയറ്റൊക്കെ ഫോളോ ചെയ്തു കേട്ടോ. ചായ ഒന്നും കുടിക്കില്ലായിരുന്നു. ശരിക്കും ചായയൊന്നും അലൗഡ് അല്ല. പക്ഷേ പിന്നത്തെ 2 മാസമൊക്കെ ആയപ്പോഴത്തേനും കുറേശ്ശെയൊക്കെ കഴിച്ചു തുടങ്ങി. പക്ഷേ എന്നാലും മെയിൻ ഫുഡുകളൊക്കെ മിക്കവാറും ഞാൻ ചപ്പാത്തി അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തു തുടങ്ങിയത്. പിന്നെ അപ്പം പയ്യെ 68.7 പയ്യെ വെയിറ്റ് കുറയാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഏതോ ഒരു 65 അങ്ങനെ എന്തോ എത്തിയപ്പോഴത്തേനും ഒന്ന് കുറയാത്ത പോലെ അതങ്ങനെ സ്റ്റക്കായി നിന്നു. ആ ഒരു സമയത്താണ് നമ്മൾ വൈകിട്ട് ആദ്യം ചോറിൽ നിന്ന് ഓട്സ് പുട്ടിലോട്ട് മാറ്റിയായിരുന്നു ഫുഡ്. പിന്നെയും കുറയാതെ ആയപ്പോൾ ഓട്സ് പുട്ട് മാറ്റിയിട്ട് പൈനാപ്പിൾ ജ്യൂസും എഗ് വൈറ്റ്സും കഴിക്കുന്ന ഒരു ഇതിലോട്ട് വന്നു. അങ്ങനെ 3 മാസം കൊണ്ട് പിന്നെ നമ്മൾ ബിഗിനർ വർക്കൗട്ട് ഇൻ്റർമീഡിയറ്റിലോട്ടും ആയി. അങ്ങനെ 3 മാസം കൊണ്ട് എനിക്ക് 3 മാസത്തിന് മുന്നേ തന്നെ 63.7 എത്താൻ പറ്റി. അപ്പം 68.7 63.7 അതായത് 5 കിലോ കുറച്ചു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ട്രിപ്പൊക്കെ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാടൊന്നും ഡയറ്റ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും 64.4 എത്തിച്ചു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഞാൻ ബാക്ക് ടു ട്രാക്ക് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ കുറച്ച് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ജേർണി. റീസെൻ്റായിട്ട് നമ്മൾ നടത്തിയൊരു വെയ്റ്റ് ലോസ് ജേർണി എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വെയ്റ്റിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് വന്ന പോലെയാണ് കേട്ടോ തോന്നിയത്. അതായത് വെയിറ്റ് കുറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കുറച്ചുകൂടി ലൈറ്റ് ആവണം. അതുപോലെ നമ്മൾ എക്സസൈസ് ലൈഫിൻ്റെ പാർട്ടാക്കിയപ്പോൾ, അതായത് വാക്കിങ്ങും അതുപോലെ വർക്കൗട്ടും പാർട്ടാക്കിയപ്പോഴത്തേനും ഒരുപാട് നമുക്ക് സ്ട്രോങ് ആയ പോലെയും, പിന്നെ നമുക്ക് പലപ്പോഴും കുറച്ച് ഇടയ്ക്കെങ്കിലും നമുക്കിങ്ങനെ ഒരു ഡൾ, ഈ പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മളെപ്പോഴും ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോഴത്തേനും നമ്മൾക്കൊരു ബുദ്ധിമുട്ടിലോട്ടൊക്കെ പോവില്ലേ, അതിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാനും കുറേയും കൂടി മെൻ്റലി നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടിയതും ഒക്കെ ഈ എക്സസൈസ് ചെയ്തതിൽ നിന്നാണെന്ന് എനിക്ക് ശരിക്കും അത് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ചില കാര്യങ്ങളൊക്കെ. അപ്പം അതിനൊക്കെ നല്ലൊരു റിലീഫ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഷുഗർ കണ്ടൻറ്റ് നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന ആഡഡ് ഷുഗർ കുറച്ചപ്പോഴത്തേനും ഒരുപാട് ഹെൽത്തിൽ എനിക്ക് ഡിഫറൻസ് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ വെള്ളവും നമ്മൾ നല്ലപോലെ കുടിക്കണം കേട്ടോ. ഒരു 3 to 4 liters കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം അതൊക്കെയായിരുന്നു നമ്മൾ മെയിനായിട്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല ഹാപ്പിയാണ്. അപ്പം ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണോ, അത് വെർത്താണോ എന്ന് ഡൗട്ട് അടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ
ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് കുറച്ചൊരു നമ്മൾ കാശ് കൊടുക്കണം, പക്ഷേ അത് ഡെഫിനറ്റ്ലി വെർത്ത് ഇറ്റാണ്. കാരണം നമുക്ക് ഡെയിലി നമ്മളുടെ കൂടെ ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടാവും. അവർക്ക് നമ്മളെന്നും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പിക്ചർ നമ്മൾ അയച്ചു കൊടുക്കണം. അത് തന്നെ നമുക്ക് പിന്നെ നമ്മളെന്തായാലും അവർ പറയുന്ന ആ ഒരു ഫുഡ് നമ്മുടെ പ്ലേറ്റിലുണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മളത് കഴിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ വെയിറ്റ് ഗ്രാജുവലി കുറയുന്ന നമ്മുടെ ആ വെയിറ്റിൽ നിന്ന് ഒരു 1 kg കുറവ് കാണുമ്പോൾ തന്നെ നമുക്കത് വല്ലാത്തൊരു മോട്ടിവേഷനാണ് കേട്ടോ. നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യണം, വീണ്ടും വീണ്ടും കുറയ്ക്കണം. അതുപോലെ ഇവർക്ക് വീക്ക്ലി ഇതിൻ്റെ റിസൾട്ട്സ് എല്ലാം ഇവർ വീക്കിലെ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് കുറഞ്ഞ ആൾക്കാരുടെ അങ്ങനെ ഒരു റിസൾട്ട് പബ്ലിഷിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വെയ്റ്റ് ലോസ് യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തത് ATP എന്ന് പറയുന്ന ഇതിനൊപ്പമാണ് കേട്ടോ, പ്രോഗ്രാമിനാണ് നമ്മൾ ജോയിൻ ചെയ്തത്. അങ്ങനെ നമ്മുടെ സാധാരണ അപ്പം, റാഗി അപ്പം, ഗ്രീൻ പീസ് കറി, പിന്നെ മോര് കറി, അതുപോലെ കായ മെഴുക്കുവരട്ടി, ഇതിൻ്റെയൊക്കെ പണികൾ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെയ്റ്റ് ലോസ് ജേർണിയുടെ കുറച്ച് വിശേഷങ്ങൾ കേട്ടു. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉണ്ടായിരുന്നത്, ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ഡള്ളായിട്ടിരുന്ന ഒരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പം കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ ബാക്കിയൊന്നും തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ ചെയ്തത് കുറച്ച് ബ്രേക്കൊക്കെ എടുത്തു. കാരണം എന്ന് വെച്ചാൽ കുറച്ചൊന്ന് മൂഡ് ഔട്ടായ ഒരു ദിവസമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ, നമ്മളെ തന്നെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു കാര്യങ്ങളും കൂടിയാണ് പിന്നെ ഷൂട്ട് ചെയ്തതൊക്കെ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ബുക്ക് വായിക്കാൻ ശ്രമിച്ചു നോക്കി കേട്ടോ. ഇപ്പോൾ വായിച്ചു ആ ഒരു ടൈമിൽ വായിച്ചുകൊണ്ടിരുന്നതാണ് ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഒരു ദിവസം എങ്ങനെ ബെറ്റർ ആക്കാനും, ദിവസം മാത്രമല്ല നമ്മുടെ മൊത്തത്തിലുള്ള ലൈഫിൻ്റെ മീനിങ് തന്നെ മാറ്റിമറിക്കാനും, നമ്മളുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് കണ്ടുപിടിക്കാനും അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു നല്ലൊരു ബുക്കാണ് കേട്ടോ. അപ്പം മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ, ആ ഒരു ബുക്കിനെ പോലെ അത്ര സിമ്പിളല്ല, പക്ഷേ എന്നാലും നല്ലൊരു ബുക്ക് തന്നെയാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഫർമേഷൻസ് എഴുതുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ചെറിയൊരു ബുക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് പല അഫർമേഷൻസ് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അഫർമേഷൻസ് ഫോർ കോൺഫിഡൻസ്, ടു അച്ചീവ് യുവർ ഗോൾസ്, ഫോർ ഇന്നർ പീസ്, ഹാപ്പിനെസ്. ആ ഒരു ദിവസം എഴുതിയത് വെൻ യു ആർ സാഡ് റിമെമ്പർ, പെയിൻ ഇസ് പാർട്ട് ഓഫ് ഗ്രോയിങ്, എവറിത്തിങ് ഇൻ ലൈഫ് ഇസ് ടെമ്പററി, ഇതും കടന്നു പോകും, വറിയിങ് ആൻഡ് കംപ്ലൈനിങ് ചേഞ്ചസ് നത്തിങ്. ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ആ ഒരു ദിവസം എഴുതി വെച്ചത്. പിന്നെ എനിക്ക് വീടൊക്കെ ഒന്ന് ഒതുക്കിയിടാനുണ്ടായിരുന്നു. വലിയതായുള്ള ക്ലീനിങ് ഒന്നും തന്നെ ചെയ്തില്ല, പക്ഷേ വീട് ബേസിക്കായിട്ടൊന്ന് ഒതുക്കിയിട്ടു. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിനൊരു സമാധാനം കിട്ടുമല്ലോ. കറികളൊക്കെ ആയിരുന്നെങ്കിലും ചോറ് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. ചോറ് ഇച്ചിരി കൂടി ഒന്ന് ചൂടായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അരിയിടാനുണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്തു. പിന്നെ എക്സസൈസ് ചെയ്താൽ എന്തായാലും മൂഡ് കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം എന്തായാലും അന്നത്തെ വർക്കൗട്ട്സ് പെൻഡിങ് ആണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തത് പോയത് കേട്ടോ. ശരിക്കും നല്ലപോലെ ഒന്ന് വേർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചെറിയ ചെറിയ ഒരു ഡൗൺ മൊമെൻറ്റ്സൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ശരിക്കും നല്ല ഉഷാറാവും മൈൻഡിനും. പിന്നെ അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡേയിലൊരു സക്സസ് മൊമെൻ്റ് ആണല്ലോ അന്നത്തെ വർക്കൗട്ട്സ് ഫിനിഷ് ചെയ്യാന്നുള്ളത്. അപ്പം അത് അപ്പോൾ പിന്നെ അടുത്തതായിട്ട് ഞാൻ പോയത് ആ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ ശരിക്കും നല്ലപോലെ വേർത്തു. അപ്പം ആ സമയത്ത് എനിക്ക് തോന്നി എന്നാലൊരു ഇച്ചിരി നേരം ഒന്ന് ഏതെങ്കിലും ഒരു സീരീസ് കണ്ടിരുന്നാലോ എന്ന് തോന്നിയിട്ട് ഞാൻ ഷെർലക് ഹോംസിൻ്റെ ഒരു സീരീസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ഒരു എപ്പിസോഡ് കുറച്ച് നേരം ഇരുന്ന് കാണുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തെങ്കിലും കൂടിയിട്ട് ഫുള്ളി മൈൻഡിനെ ഒന്ന് ഓക്കെ ആക്കാൻ എനിക്ക് അത്ര പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പുറത്തിറങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈബ്രറി ബുക്സ് തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ നടത്തവും ആവും, നമുക്ക് ലൈബ്രറി ബുക്സ് പോയി അത് റിട്ടേൺ ചെയ്ത് പുതിയത് എടുക്കുകയും ചെയ്യാമല്ലോ. അതിന് ശേഷം ഞാൻ ചെയ്തൊരു കാര്യമാണ്, കുറേ നാൾ പെൻഡിങ് ആയിട്ട് വെച്ചിരുന്ന ഒരു കബോർഡ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെയും കൂടിയിട്ടുള്ള ഒരു കബോർഡാണ് കേട്ടോ.
അപ്പോൾ കുറേ ഐറ്റംസ് എനിക്ക് ഉറപ്പില്ല അത് ഡീക്ലട്ടർ ചെയ്യേണ്ടതാണോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു വലിയ ബോക്സ് എടുത്തിട്ട് എല്ലാ സാധനങ്ങളും തന്നെ ഒരുമിച്ച് ആ ബോക്സിനകത്തോട്ട് ആക്കി വെച്ചു. അപ്പോൾ കബോർഡ് നല്ല പോലെ തുടച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കിയെല്ലാം സോർട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം നമുക്കറിയാത്ത എന്തെങ്കിലും ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു വലിയ ബോക്സിലാക്കിയിട്ട് ഒരുമിച്ച് വെച്ചിട്ട് പിന്നീട് അവർ വരുന്ന സമയത്ത് അവരോട് ചോദിച്ചിട്ട് ആവശ്യമുള്ളത് വയ്ക്കുക, ആവശ്യമുള്ളത് മാറ്റുക, അങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു ക്ലീനിങ്ങും കൂടി അന്നത്തെ ദിവസം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും എനിക്ക് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ തെറാപ്യൂട്ടിക്കാണ്. ഒരു ഭാഗം ക്ലീൻ ചെയ്ത് വൃത്തിയായി അവിടെ ഒന്ന് ഓർഗനൈസ്ഡ് ആവുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിന് നല്ലൊരു ഗുഡ് ഫീലിംഗ് കിട്ടും കേട്ടോ. അതായത് നമ്മുടെ മൈൻഡും കുറച്ചൊന്ന് ഡീക്ലട്ടേർഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇനി കാണിക്കാൻ പോകുന്നത് ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ കടൽ കണ്ട ഒരു യാത്രയായിരുന്നു കേട്ടോ അത്. നമ്മളുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ നിന്നും എല്ലാ ദിവസവും ഇതുപോലെ ക്രൂയിസ് ട്രിപ്പുകൾ പോകുന്നുണ്ട്. ഒരു 2 മണിക്കൂറത്തെ ആഴക്കടലിലോട്ടുള്ള യാത്രയാണ്. സാഗരറാണി എന്ന് പറഞ്ഞിട്ടൊരു ഒരു വലിയൊരു ബോട്ട്, വലിയ ഷിപ്പിൻ്റെ അത്രയൊക്കെ തന്നെയുണ്ട്, ഷിപ്പാണ് പക്ഷെ ബോട്ടാണ്, അങ്ങനെയുള്ളൊരു ടൈപ്പ് സംഭവത്തിലാണ് നമ്മൾ പോകുന്നത്. ഒരു സൺഡേ വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ പോയത്. അന്നത്തെ ദിവസം അല്ല കേട്ടോ പോയത്, വേറൊരു ദിവസത്തെ ഒരു യാത്രയാണ്. പക്ഷേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിമനോഹരമായ ഒരു അനുഭവമായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും കടൽ തീരത്ത് നിന്ന് കാണുന്ന കടലല്ല, ഉള്ളിലോട്ട് പോകുമ്പോൾ ശരിക്കും റഫാവും, നമ്മൾ ആടി ഒലയും. പക്ഷേ ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസാണ്. കടലിൻ്റെ നിറം മാറും. പിന്നെ അതുപോലെ നമുക്ക് സൺസെറ്റിൻ്റെ സമയത്തായിരുന്നു നമ്മൾ പോയത്. അപ്പം അതൊക്കെ കാണാൻ പറ്റി. പിന്നെ ആ ഒരു കുറേയധികം കപ്പലുകളൊക്കെ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റി. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ എറണാകുളം സൈഡിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കിത് ഓൺലൈനിൽ കൂടെ ബുക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനൊരു ട്രിപ്പ് പോവാം. ഒരാൾക്ക് 500 രൂപ വെച്ചിട്ടാണ് കേട്ടോ ഇവർ ചാർജ് ചെയ്യുന്നത്. പക്ഷെ നല്ല ഒരു രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ അതുപോലെ ഇവർ ബോട്ടിൽ കുറേ എൻ്റർടൈൻമെൻറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിഫ്രഷ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കുറച്ച് മുന്നേ ഞാൻ പോയൊരു യാത്രയാണ്, പക്ഷേ എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു അല്ലേ ഇന്നത്തെ. എൻ്റെ വെയ്റ്റ് ലോസ് ജേർണി ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളൊന്ന് മൂഡ് ഓഫ് ആവുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ഈ കൊച്ചു ട്രിപ്പിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കുറച്ചൊരു ലെങ്തി വീഡിയോ ആണ്, എന്നാലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇനി മുതൽ വീക്ക്ലി 4 വീഡിയോസ് ആയിരിക്കും കേട്ടോ വരുന്നത്. അതായത് മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആസ് യൂഷ്വൽ 2 മണിക്കായിരിക്കും വീഡിയോസ് വരുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. എനിക്ക് ഉറപ്പില്ല എനിക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റുമെന്ന്, പക്ഷേ നമ്മൾ മാക്സിമം ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ നിങ്ങൾക്ക് 4 വീഡിയോസ് വരുന്നത് ഇഷ്ടമാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.